ഹായ് നമസ്കാരം കൂട്ടുകാരെ. എൻ്റെ മക്കളെ, ഈ ദോശ ഒരു അട്ടാറ് ദോശയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉഴുന്നും മരിയും അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ 2 തക്കാളിയും കുറച്ച് 2-3 കാശ്മീരി ചില്ലിയും കൂടി തിളച്ച വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ട് അതൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. 2 തക്കാളിയുടെ സ്കിന്നെടുത്ത് കളയുക. എന്നിട്ട് ചില്ലിയും തക്കാളിയും കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് മാവിലേക്ക് ഒഴിച്ച് കൂട്ടുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ദോശക്കല്ലിലേക്ക് ഒഴിച്ചതിന് ശേഷം ചെറിയ ഉള്ളിയും തക്കാളിയും കരിവേപ്പില ഇതിനകത്തേക്ക് ഇട്ടിട്ട് നല്ല പശുവിൻ നെയ്യ്, നല്ല നെയ്യ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കണം. നല്ല നെയ്യാകുമ്പോൾ കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ റബ്ബേ, ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റുക. ആ നെയ്യിനകത്ത് ആ ചെറിയ ഉള്ളിയൊക്കെ മുരിഞ്ഞിട്ടുണ്ടാക്കില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത് ബോൺ വന്ന് തൊട്ടപ്പോഴാണ് അതൊന്ന് ഇതായിപ്പോയത്. എന്നിട്ട് നമ്മൾ നല്ലൊരു തേങ്ങാ ചട്നി ഒഴിച്ചിട്ട് ഇതൊന്ന് തിന്ന് നോക്കണം. എൻ്റെ റബ്ബേ, നല്ല രസമുണ്ടാവും. ഇതിൻ്റെ മണമുണ്ടല്ലോ, എവിടെ വീട് മൊത്തം മണമാണ് വെച്ച് കഴിഞ്ഞാൽ ആ നെയ്യിനകത്ത് ആ ചെറിയ ഉള്ളിയുടെ ഒരു സ്മെല്ലുണ്ടാകുമല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. ഇത് നിങ്ങൾ ദോശ കഴിക്കാത്ത കുട്ടികൾക്ക് വീട്ടിലെ അച്ഛനമ്മമാർക്കൊക്കെ ഇങ്ങനൊരു ദോശ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊമ്പോ അടാറിരിക്കും. നമുക്ക് മനസ്സിന് സംതൃപ്തിയും തോന്നും. മക്കളും നമ്മുടെ മാതാപിതാക്കളും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമല്ലേ വീട്ടമ്മമാർക്ക് ഉണ്ടാക്കി.